കൊച്ചുറാണിയെ, ഇടയ്ക്ക് ആ സാധനം ഒന്ന് ചെകിട്ടത്തുനിന്ന് മാറ്റി പിടിക്ക്, ഇല്ലെങ്കിൽ കാതിലെ കുണ്ടാമണി അടിച്ചു പോകും. ഞാൻ മെയിൽ ചെക്ക് ചെയ്യുവാ. മെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം, ഫീമെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം. അവസാനം ഈ സിസ്റ്റത്തില് വൈറസ് കയറാതെ നോക്കണം. മാമച്ച എന്റെ വല്ലതും മേടിക്കുവേ. ഞാൻ മേടിച്ചോളാം, പക്ഷെ തരാതിരിക്കരുത്. സാധനം ഇതാര് ജോക്കർ ജോസോ? നിന്നെ ഈ വഴിക്ക് കാണാനേ ഇല്ലല്ലോ. മേരിക്കുട്ടി വിളിക്കാറുണ്ടോ? ഇന്നലെ വിളിച്ചായിരുന്നു. മാമച്ചനെ വിളിച്ചോ? ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞായിരുന്നു. എന്നെ വിളിച്ചില്ലെന്നേ. വിളിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞേ. എന്തേലും ആവശ്യമുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. എടാ ജോക്കറെ, നീ ഓന്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ. മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട, പക്ഷെ അവളുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ 10,000 രൂപ എനിക്ക് കൊണ്ടുതരണം. ഇല്ല എങ്കിൽ കാശ് വരട്ടെ മാമച്ച, പിടയ്ക്കാതെ. ഹലോ, എവിടെയാ? ഷാപ്പില? അല്ലല്ല, പഞ്ചായത്തിലാ. മിത്രക്കരിപ്പാടം പാട്ടകൃഷി ലേലം. ലേലം വേറെ ആരും പിടിക്കാതിരിക്കാനുള്ള കൊട്ടേഷൻ. അതുകൊണ്ട് ആര് വന്നാലും സ്പോട്ടിൽ അടി. 5000 രൂപയുടെ കൊട്ടേഷനാ. നല്ല സുഖമുള്ള ഏർപ്പാടാ. നമ്മുടെ കുരിയച്ചൻ ജാമ്യത്തിൽ ഇറങ്ങി. എപ്പോ? കുറച്ചു മുമ്പ്. കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ നിങ്ങളവിടെ വേണം. അവനാകെ പേടിച്ചിരിക്കുക. മാമച്ച, ഗോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. പക്ഷേ രൂപ 1000 തരണം. ആദ്യം കാശ്, അത് കഴിഞ്ഞ് കാവല്. അനിയനും ചേട്ടനൊക്കെ അങ്ങ് റേഷൻ കാർഡിൽ മതി. അയ്യോ, സമയം 10 ലേലപ്പ് തുടങ്ങും. വാ, വരുന്നുണ്ട്. എങ്ങോട്ടാ കുട്ടപ്പായി? ലേലത്തിന്. ലേലൊക്കെ അങ്ങ് കഴിഞ്ഞു, ഉറപ്പിക്കുകയും ചെയ്തു. ആർക്ക്? പുളിക്കൽ തോമാച്ചന്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ 10 മണിക്കല്ലേ ലേലം വെച്ചേക്കണത്? താങ്ക്സ്. എന്താ ഇവിടെ? ഞാൻ എന്റെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ. എന്നാ കാര്യത്തിന്? സമാധാനായിട്ട് ഉറങ്ങാൻ. പാതിരാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങി വരുമ്പോഴാ ചീത്തവിളിയും ബഹളവും കഥകത്തട്ടലും ഒക്കെ. ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും. അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ലാന്ന്. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ. ഒന്ന് നോക്കിയാ മതി, സമാധാനം കിട്ടും. പിന്നെ സുഖായിട്ട് ഉറങ്ങാം. നോക്കട്ടെ. ഇപ്പൊ എനിക്കും സമാധാനായി. 3 മണിക്ക് കുളിക്കാൻ വരുമോ? ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട്. ഏതാ? ലൈഫ് ബോയ്. ലൈഫ് ബോയ് എവിടെയാണ്? അവിടെയാണ് ആരോഗ്യം. പാടുവോ? ചെറിയ മൂട് വരുമ്പോ. ആട്ടിൻകുട്ടി, ആ കന്നിട്ട കടവില് പുള്ളിപ്പുലികൾ എത്തിയാന്ന് വിളിച്ചു ചോദിച്ചേ. പുലി ഇറങ്ങി കാണും. 1000 വേണമെന്ന് പറഞ്ഞ ബഹളമായിരുന്നു. അവസാനം മാമച്ചൻ 500 ഒതുക്കി. സ്വന്തം തള്ള ആശുപത്രി കിടന്നാലും അതിന് നോക്കൂലി ചോദിക്കുന്ന ടീമാണ്. ഒന്ന് വിളിച്ചു ചോദിച്ചേരി. ഇച്ചിരി മീൻ ചേർത്ത്. ഗോപൻ എടുക്കണ്ട, എടുക്കണ്ടെന്ന്. അത് പറ്റില്ല, എടുക്ക. ഹലോ ഗോപ, റഫീഖിക്കാരെ സമ്മതിക്കണം. റഫീഖിക്ക? ഏത് റഫീഖിക്ക? അറിയില്ല? റഫീഖ് അഹമ്മദിനെ അറിയില്ല? എടാ ബബരം വേണം, ബബരം. വലിയ കവിയല്ലേ? പാട്ടാ. അശോകം വക്കീൽ ഇവിടെ തകർക്കുക. ഒടുക്കത്തെ ഒരു പാട്ട് ഇറങ്ങുന്നുണ്ടോ അവിടെ എളുപ്പം? അതിനിറങ്ങാൻ തോന്നണ്ടേ? തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി ഇറങ്ങ. കുരിയച്ചനെങ്ങാനും നിലത്തെല്ലാം വന്ന അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം. ചക്കമണി, ചക്ക വിജയ്, ചക്ക സുഖു, ചക്ക വക്കീൽ. അപ്പൊ അയാളുടെ മനസ്സിൽ 3 ലഡ് പൊട്ടും. അയാൾ തിരിച്ചു പൊക്കോളും. പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുകൊള്ളുക. ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊള്ളാം. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, വാതിയിൽ എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു. വല്ല കാര്യമുണ്ടോ? ഒരെണ്ണ എന്റെ കഴുത്തിയിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു. എങ്ങോട്ട്? വീട്ടിലേക്ക്. അതെങ്ങനാ? ഞാൻ കൊടുത്തു പോയില്ലേ? എന്ത്? എന്റെ ഹൃദയം. നിന്റെ പ്രായത്തിലുള്ള പെമ്പിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും. പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ. പക്ഷേ ഏട്ടൻ ക്ഷമിക്കത്തില്ലല്ലോ. ഏട്ടൻ അതുവരെ ആയല്ലേ? ആരാവൻ?
അതൊക്കെ ഉണ്ട്. മാമച്ചോ എന്തായി? സംസാരിച്ച് തുടങ്ങിയുള്ളൂ, ഒന്നും ആയില്ല. അതല്ലടോ ആ കുര്യച്ചന്റെ കാര്യം. ആളവിടെ എത്തിയ? ഇല്ലല്ല, നീ വാ. പ്ലീസ് കം 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 മൈ വില്ലേജ്. very nice. വെൽക്കം. നമസ്തേ. താങ്ക് യു. നമസ്തേ. നമസ്തേ. പെട്ടെന്ന് ആട്ടെ. താങ്ക് യു. കം കം. വരൂ. എടാ ഗോവൻ വാടാ. This is my village and that is my office. ആ വള്ളത്തിൽ വരുന്നത് നിനക്കുള്ളതാ, കുരിയച്ചന്റെ ആൾക്കാരാ. നീ പേടിക്കണ്ട, ഓടിക്കോ. പിന്നാലെ പോ. അവന് വഴിയറിയാം. Hey man, what's going on? Why is he running? What happened? ഗോപന്റെ കൂടെ ഓടിയോ മതിയായിരുന്നു. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം? നീ രക്ഷപ്പെട്ടോ. മാമച്ചാ. ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറ. He will be back. Please come. ഹലോ, ആ, ഞാൻ കൈനഗിരി ജയശ്രീയ. അമ്മയ്ക്ക് പനി കൂടി ആശുപത്രിയില്ല. എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല. വരില്ലേ? ചതിക്കല്ലേ. ആലപ്പുഴ റെയിൻബോ ടൂറിസ്റ്റിന്റെ 18 ഗസ്റ്റിന്റെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹലോ ഹലോ ഹലോ. ഇപ്പൊ കിട്ടുന്ന ഇടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ ഇടി. നാളെ ആലപ്പുഴ ബോട്ട് ചെട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ ഇടി. ആഹാ, ഇടിയുടെ പെരുന്നാളായിരിക്കും. ഹലോ മാമച്ച. എടാ, കൈനഗിരി രേവമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ്. ഓ, അവർക്ക് ഹാർട്ടില്ല എന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ? അല്ലെങ്കിൽ ഈ കൊലച്ചതി അവരെന്നോട് ചെയ്യൂ. എന്ത് പറ്റി? പറ്റിയ ഒരു മോളും. അവൾ ആരാന്ന് അവളുടെ വിചാരം? പത്മ സുബ്രഹ്മണ്യോ അതോ മല്ലിക സാരാഭായിയോ അതോ കലാമണ്ഡലം ക്ഷേമാവതിയോ? ഇവരൊക്കെ ആരാ? അറിയില്ല. ഇല്ല. പിന്നെ താൻ എന്തോന്നും മാങ്ങാത്തൊലി മാമച്ചനാണോ? അതെ, കെ ബ്ലോക്ക് ശാരദ, മഞ്ഞക്കിളി സുഭദ്ര, ജട്ടി രമണി, ഇവരെയൊക്കെ നിനക്കറിയോ? ഇല്ല. ആ, ഇതാ പറഞ്ഞ എന്റെ ഫ്രണ്ട്സിനെ നിനക്കും അറിയില്ല, നിന്റെ ഫ്രണ്ട്സിനെ എനിക്കും അറിയില്ല. ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകികളാ. എന്നാ ചെല്ല്, നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കും. മാമച്ച ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത്. നക്കാപ്പിച്ച കാശിന് വേണ്ടി ആ റെയിൻബോ ടൂൾസിന് അടിച്ചിട്ട പാട് എനിക്കറിയാം. സൂപ്പർ ഡാൻസർ കലാമണ്ഡലം ജയശ്രീ. അവളെപ്പോഴാ കലാമണ്ഡലമായത്? ഇന്ന് ഉച്ചയ്ക്ക്. ഇതെങ്ങാനും അവൾ അറിഞ്ഞാൽ ഉപദ്രവിക്കരുത്. അവൾക്കൊരു നിലയും വിലയും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാ. ഇതെങ്ങാനും ആ റെയിൻബോക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം പിന്നെ. എങ്ങോട്ടാ? ഒന്നും പറയണ്ട, ഇന്ന് 18 പേരുടെ ഗ്രൂപ്പാണ്. ഡോക്ടറെ കൊണ്ട് നടക്കുകയല്ല. പോട്ടെ. ഹലോ, ഞാൻ കൈനഗിരി ജയശ്രീയെ കാണാൻ വേണ്ടി വന്ന ആലപ്പുഴ റെയിൻബോ ടൂർ. 18 പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അടി. ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടു. എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മാന്യമായിട്ട് ഞാൻ പറഞ്ഞതാ. എന്ന് പറഞ്ഞാ എങ്ങനാ? വെറും 3 മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ. അമ്മയെ നോക്കാൻ ഇവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ടല്ലോ. അവരമ്മ പൊന്നു. അതെ, ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം. ഇന്നത്തെ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അമ്മ കിടക്കുന്ന കട്ടിലിനടുത്ത് ഒരു കട്ടിൽ കൂടി ഇടേണ്ടി വരും. കയ്യും കാലും ഓടിഞ്ഞ എന്നെ കിടത്താൻ. ഇവിടെ ഉണ്ടായിരുന്നു. അതെ, നീ കിടന്ന് മസിൽ പൊട്ടിക്കണ്ട. ഇന്നവള് വന്നാലും പ്രോഗ്രാം നടക്കില്ല. അതെന്താ? ആ കുരിയച്ചൻ ഇവിടെ നിൽക്കുന്നതേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തറിഞ്ഞ് ബോധം പോയി അവന്റെ അമ്മച്ചി ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ. മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കിളവിയുടെ മൂക്കി പഞ്ഞു വെക്കും. പിന്നെ പ്രോഗ്രാം നടക്കില്ല. നിന്റെ 16 അടിയന്തരം നടത്തും അവൻ. മാമച്ച, ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും. നീ ആ ചായക്കടയിൽ അങ്ങനെ ചെന്നിരിക്കും. ഞാൻ ഐസിയുന്റെ വാതുക്കലൊക്കെ ഒന്ന് കറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം. പൊക്കോ. സോറി, പ്രസവ വാർഡായിരുന്നു. ഒന്നിറങ്ങി പോടോ. എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേല് ഈ വാടേ ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ട് അഹങ്കാരം അവർക്കാ. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഒരല്പം ക്രിട്ടിക്കലാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലും അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞൂടെ? ഞങ്ങള് വന്നതേ പെങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാനാ. കൊണ്ടുപോകാനോ? അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി. വാ മോനെ. ഇവിടെ പോകും. മതിയളിയോ? അളിയനിപ്പോ ആവശ്യത്തിന് വേറെ പെണ്ണുങ്ങളില്ലേ? പിന്നെന്തിനാ ഞങ്ങളുടെ പെങ്ങള്? ലിസി, ഇനി ഇവിടെ നിന്നാൽ എന്നെ ഐസിയിൽ കിടത്തേണ്ടി വരും.